الله الرحمن الرحيم إن الإنسان خلق هلوعا إذا مسه الشر جزوعا صدق الله مولانا അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ഖുർആനിൽ പരിചയപ്പെടുത്തിയ ആയത്താണ്. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ചപലനായിട്ടാണ്. മനുഷ്യന് കുറേ ചാബല്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ചാബല്യം എന്ന് പറയുന്നത് ഇദാ മസ്സഹു ശർറു ജസുഅ. അവനെന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ പെട്ടെന്ന് അവൻ അസ്വസ്ഥനാകും. പരാജയങ്ങളെയും നഷ്ടങ്ങളെയും ഒന്നും ഉൾക്കൊള്ളാൻ മനുഷ്യന് കഴിയില്ല. അതിൻ്റെ പിന്നിൽ അവൻ അസ്വസ്ഥനാകും. ഇത് മനുഷ്യ സഹജമായ സ്വഭാവമാണ്. വിജയങ്ങളെ ആഘോഷിക്കും, പരാജയങ്ങളും തിരിച്ചടികളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മനസ്സ് പെട്ടെന്ന് പതറിപ്പോകും, പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് വിശ്വാസം പറഞ്ഞത് ഒരു മനുഷ്യന്റെ സമ്പന്നത എന്ന് പറയുന്നത് മനസ്സിന്റെ സമ്പന്നതയാണ്. മനസ്സ് നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അല്ലാതെ എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യൻ സമ്പന്നനാകുന്നില്ല. ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ മരണപ്പെട്ട കേരളത്തിലെ വലിയ വ്യവസായിയായിരുന്ന CJ റോയിയുടെ മരണം. സമ്പന്നതയുടെ നടുവിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ IT ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുമ്പോൾ അതിൻ്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ സ്വന്തം ജീവൻ അവസാനിപ്പിക്കുക. ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ്. അവിടെയാണ് ഖുർആൻ പറയുന്നത് 3 പരിഹാര നിർദ്ദേശങ്ങൾ. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ വേണ്ടി 3 പരിഹാരങ്ങൾ നമ്മളോട് ഖുർആൻ നിർദ്ദേശിക്കുന്നു. ഒന്ന്, നമസ്കാരത്തിലുള്ള കൃത്യനിഷ്ഠതയാണ്. ഇല്ലൽ മുസല്ലി. നിസ്കാരത്തിൽ കൃത്യനിഷ്ഠത ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയുടെ മുന്നിലും അവൻ്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയും. അങ്ങനെ ഒരു പവർ അല്ലാഹു തആല നിസ്കാരത്തിൽ കൃത്യനിഷ്ഠയുള്ള മനുഷ്യൻ അല്ലാഹു തആല കൊടുക്കും. ഏത് പരാജയത്തെയും അവൻ ധീരമായി നേരിടാൻ അവന് കഴിയും. അതിൻ്റെ ശക്തി മനസ്സിലുണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം ഖസ്റുൽ അമൽ, ആഗ്രഹങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ്. ജീവിതത്തിൽ അമിതമായ പ്രതീക്ഷകൾ വെച്ച് പുലർത്താതിരിക്കുക. ഇതൊരു നശ്വരമായ ജീവിതമാണ്, നാളെ അവസാനിക്കേണ്ടതാണ്, ശാശ്വതമൊന്നുമല്ലല്ലോ. അപ്പം അതുകൊണ്ട് വലിയ പ്രതീക്ഷകൾ ജീവിതത്തിൽ ഇല്ലാതിരിക്കുക. വലിയ പ്രതീക്ഷയുള്ള ആളുകൾക്കാണ് തിരിച്ചടികൾ നേരിടുമ്പോൾ, പരാജയങ്ങൾ സംഭവിക്കും, പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവിടെ ആത്മഹത്യ ചെയ്യേണ്ടേക്ക് വരുന്നത്. മൂന്നാമത്തെ കാരണം, നന്മയാണെങ്കിൽ പോലും മനസ്സിന് സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യത്തിൽ ഏർപ്പെടാതിരിക്കുക. കാര്യം നല്ല കാര്യമായിരിക്കും, എന്നാൽ പോലും ആ കാര്യത്തിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ മനസ്സിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുക, അത് ഉപേക്ഷിക്കുക. നന്മയാണെങ്കിൽ പോലും ഉപേക്ഷിക്കുക. അതിന് വലിയൊരു തെളിവാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ പരിശുദ്ധമായ കഅബ ശരീഫ്. കഅബ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ വളച്ചു കെട്ടിയിട്ടുണ്ട്. ഹിജ്ർ ഇസ്മായിൽ എന്നതിന് പറയുക. അത് കഅബയിൽപ്പെട്ട ഭാഗമാണ്. ഇബ്രാഹിം നബിയുടെ കഅബയുടെ ഭാഗമായിരുന്നു ഇന്ന് വെളിയിൽ കിടക്കുന്ന ഭാഗം. അത് വെളിയിലാകാൻ കാരണം ഖുറൈശികൾ കഅബ പണിത സമയത്ത് ഹലാലായ സമ്പാദ്യം തികഞ്ഞില്ല. ഹലാലായ പൈസ കൊണ്ട് കഅബ പണിയുന്ന നിർബന്ധമുണ്ടായിരുന്നു. പൈസ തികയാതെ വന്നപ്പോൾ കുറച്ച് ഭാഗം ഒഴിച്ചിട്ടിട്ട് കഅബ പണിതു. വിശ്വാസം ഒരിക്കൽ ആയിഷയോട് പറയുന്നത്, ആയിഷ, ഇന്ന് നമുക്ക് പൈസയുണ്ട്, ആ ഭാഗം കൂടി കഅബയിൽ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഞാനത് ചെയ്യുന്നില്ല. കാരണം അതെൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തും. അത് ജനങ്ങൾക്കിടയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കും. മുഹമ്മദ് കഅബയെ തൊട്ട് കളിക്കുകയാണെന്ന് പറഞ്ഞിട്ട് വിവാദങ്ങൾ സൃഷ്ടിക്കും. അത് സമാധാനം നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ പോലും മാറ്റിവെക്കണം. നമ്മളും ഈ രീതി സ്വീകരിച്ചാൽ മതി. മനസ്സിന് സമാധാനം നഷ്ടപ്പെടുന്ന ഒരു കാര്യത്തിലേക്കും തലയിടാതിരിക്കുക. അപ്പോൾ നമുക്ക് സമാധാനം ലഭിക്കും. ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അല്ലാഹു